ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ മക്കളെല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? നന്നായിട്ട് എക്സാം എഴുതുക, ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എഴുതണം കേട്ടോ. ഈ ക്ലാസ്സിൽ ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പർ 2 ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻസറൊക്കെ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. മക്കളെല്ലാവരും മുഴുവനായിട്ട് കാണുക. മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകളും ചോദ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. മക്കൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടാവണുണ്ടെങ്കിൽ, ചോദ്യങ്ങളൊക്കെ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികളെല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം: പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി. മുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരെയും തോണ്ടി വിളിച്ചു. പൈതൃക വണ്ടിയിലെ യാത്രയെക്കുറിച്ച് പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. ഊട്ടിയിലേക്കുള്ള വിനോദയാത്ര കഴിഞ്ഞെത്തിയ മോനു എന്തൊക്കെയാവും ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവുക? ഇവിടെ നമ്മളോട് ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുന്ന ഫോർമാറ്റ് മക്കൾക്കറിയാലോ അല്ലേ? മുകളിൽ ഡേറ്റ്, ദിവസം. നീലഗിരിയുടെ റാണി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ മക്കളെ? ആൻസർ എഴുതുന്ന ഡയറി ആണെങ്കിലും യാത്രാ വിവരണത്തിൻ്റെ ആൻസറും കൂടിയാണ് കേട്ടോ ഇത്. ഫസ്റ്റിൽ നമ്മൾ എഴുതേണ്ടത് ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ദിവസമായിരുന്നു. ഞാനും അച്ഛനും അമ്മയും ചേച്ചിയും കൂടി ഊട്ടിയിലേക്ക് വിനോദയാത്ര പോയി. തീവണ്ടിയിലാണ് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോയത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിൽ നിന്നും ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയാണിത്. 1908 ബ്രിട്ടീഷുകാരാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് അമ്മ പറഞ്ഞു. രാവിലെ 7:10 ഞങ്ങൾ പുറപ്പെട്ടത്. 4 കമ്പാർട്ട്മെൻറ്റുകൾ മാത്രമുള്ള ചെറിയൊരു തീവണ്ടി. 56 സീറ്റുകൾ മാത്രം. ടോയ്ലറ്റ് ഇല്ല. വണ്ടിയുടെ പരമാവധി വേഗത 15 കിലോമീറ്റർ മാത്രം. എനിക്കും ചേച്ചിക്കും ഇത് തീരെ ഇഷ്ടമായില്ല. നെക്സ്റ്റ് പാരഗ്രാഫ്. വണ്ടി നീങ്ങി തുടങ്ങി. വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് ഇതെന്ന് അച്ഛൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ ചാടി നടക്കുന്ന കുരങ്ങന്മാരും മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകളും പൂത്തു നിൽക്കുന്ന ചെടികൾ, പലവർണ്ണ പൂമ്പാറ്റകൾ, അങ്ങനെ പെട്ടെന്ന് പ്രകൃതിയാകെ മാറി. ഇതൊരു ഭംഗിയുള്ള കാഴ്ച എനിക്ക് പുറത്തു നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ ഏറ്റവും രസകരമായ റണ്ണിമീഡ് സ്റ്റേഷനിലെത്തി. തെളിഞ്ഞ അരുവി, പച്ചപ്പുല്ലു നിറഞ്ഞ കുന്നിൻ ചെരിവ്, തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല, ഇതെല്ലാം അച്ഛൻ ക്യാമറയിൽ പകർത്തി. പിന്നീട് ഞങ്ങൾ എത്തിയത് കൂനൂർ സ്റ്റേഷനിലാണ്. പ്രശസ്തമായ ലൂയിസ് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ മായാലോകത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ ഊട്ടിയിലെത്തി. മായ കാഴ്ചകൾ സമ്മാനിച്ച ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല. രണ്ടാമത്തെ ചോദ്യം: സൂചനകളിൽ നിന്നും ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ വന്നാൽ ആദ്യം നമ്മൾ ജനിച്ച സ്ഥലം, വർഷം അത് എഴുതണം. പിന്നീട് മാതാപിതാക്കൾ. ഇത് തന്നത് മക്കൾ ശരിക്കും വായിക്കണം. ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഉൾപ്പെടുത്തണം. കൂടുതൽ നമുക്കറിയുന്നത് ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാനും. ലാസ്റ്റ് മരണം. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് ജനിച്ചു. പിതാവ് ഫ്രാങ്ക് ഹോഗിൻസ്, മാതാവ് ഇസബൽ ഹോഗിൻ. നെക്സ്റ്റ് പോയിന്റ്: 21-ാം വയസ്സിൽ അപൂർവ രോഗം ബാധിച്ചു. ശാസ്ത്രജ്ഞൻ, പ്രപഞ്ചത്തെക്കുറിച്ച് അന്വേഷണം. പോയിന്റുകളായിട്ടാണ് തരിക. നമ്മൾ ഇത് പാരഗ്രാഫായിട്ടാണ് എഴുതേണ്ടത്. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. പുസ്തകങ്ങൾ എഴുതി. യന്ത്രസഹായത്താൽ എഴുത്തും ജീവിതവും തുടർന്നു. സന്ദേശങ്ങൾ. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക. നാമെല്ലാം വ്യത്യസ്തരാണ്, പക്ഷേ നാമെല്ലാം മനുഷ്യരാണ്. പഠിക്കുക, ഇനിയും ആഴത്തിൽ പഠിക്കുക. ലാസ്റ്റ് മരണം തന്നിട്ടുണ്ട്. 2018 മാർച്ച് 14. 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചു. പിതാവ് ഫ്രാങ്ക് ഹോഗിൻസ്, മാതാവ് ഇസബൽ ഹോക്കിംഗ്. വലിയ സമ്പന്നരല്ലെങ്കിലും നന്നായി പഠിപ്പിച്ച് ഡോക്ടറാക്കാനാണ് മാതാപിതാക്കൾ മോഹിച്ചത്. എന്നാൽ 21-ാം വയസ്സിൽ അദ്ദേഹത്തിന് അപൂർവമായ രോഗം ബാധിച്ചു. ഇനി കൂടുതൽ ജീവിക്കാനാവില്ലെന്നും 2 വർഷം മാത്രമെന്നും ഡോക്ടർമാർ വിധിയെഴുതി. എല്ലാവരും തകർന്നു പോകുന്ന നിമിഷം. എന്നാൽ സ്റ്റീഫൻ തളർന്നില്ല. മരണത്തിന് തോറ്റുകൊടുക്കാതെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിച്ചു കയറി ജീവിച്ചു. പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ. നെക്സ്റ്റ്: ലോകം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞനായി. ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി. യന്ത്രങ്ങളുടെ സഹായത്താൽ എഴുത്തും ജീവിതവും തുടർന്നു. ധാരാളം പുസ്തകങ്ങൾ എഴുതി. ലോകത്തിൻ്റെ ആദരവും അംഗീകാരവും ഏറ്റുവാങ്ങി. ഏവർക്കും വെളിച്ചം പകർന്ന് 2018 മാർച്ച് 14 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷേ നാം എല്ലാവരും മനുഷ്യരാണ്. പഠിക്കുക,
ഇനിയും പഠിക്കുക, ഇനിയും ആഴത്തിൽ പഠിക്കുക. സ്വന്തം കാൽച്ചുവട്ടിൽ ഒതുങ്ങാതെ നക്ഷത്രങ്ങളിലേക്ക് മിഴി ഉയർത്തുക. സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യന് കോൺവെർസേഷൻ. ഇൻ ദ യൂണിറ്റ് ബിയോണ്ട് ദ ഫിയർ, ദിൽന കോൾസ് ഹെർ ഗ്രാൻഡ് മദർ ടു താങ്ക് ഹെർ ടീച്ചിങ് അബൌട്ട്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന അവളുടെ ഗ്രാൻഡ് മദറിന് നന്ദി അറിയിച്ചുകൊണ്ടുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? ഹലോ ഗ്രാൻഡ് മാ. ഗ്രാൻഡ് മദർ, ഹലോ മൈ ഡിയർ, ഹൗ ആർ യു? ദിൽന, ഗ്രാൻഡ് മാ, ഐ ഡിഡ് ഇറ്റ്. ഐ കോൾഡ് 101 ലൈക്ക് യു ഡോട്ട് മീ. പഠിപ്പിച്ചതുപോലെ ഞാൻ 101ക്ക് വിളിച്ചു എന്നാണ് പറയണത് അല്ലേ? ഗ്രാൻഡ് മാ ചോദിക്കുകയാണ് അപ്പോൾ, ഹോ വാട്ട് ഹാപ്പൻ ചൈൽഡ്? എന്താണ് സംഭവിച്ചത് കുട്ടി? ദിൽന, മോം വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ ആൻഡ് വുഡ് നോട്ട് വേക്ക് അപ്പ്. നിലത്ത് എണീക്കാൻ കഴിയാതെ ഫ്ലോറിൽ വീണ് കിടക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മാ ചോദിക്കുകയാണ്, ഹോ നോ വർ യു സ്കേർഡ്? സ്കേർഡ് എന്നാൽ പേടി അല്ലേ? എനിക്ക് പേടി ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അവൾ ധൈര്യമായിട്ട് ശാന്തമായി അതിനെ നേരിട്ടു. അപ്പോൾ എങ്ങനെ എഴുതാം? ദിൽന പറയാണ്, യെസ് ബട്ട് ഐ റിമെമ്പേർഡ് അവർ ഗെയിം ആൻഡ് സ്റ്റേഡ് കാം. ഗ്രാൻഡ് മദർ, ദെൻ വാട്ട് ഡിഡ് യു ഡു? ദിൽന, ഐ ടോൾഡ് ദ ലേഡി അവർ അഡ്രസ് ആൻഡ് ഫെയർമാൻ കൈം. ഗ്രാൻഡ് മദർ, ഐ ആം സോ പ്രൗഡ് ഓഫ് യു മൈ ബ്രേവ് ഗേൾ. ദിൽന, താങ്ക് യു ഗ്രാൻഡ് മാ, നൗ ഐ വിൽ ടീച്ച് ഇസാക്ക് ടു. 4ഉം 5ഉം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. നിഷ 10,000 രൂപയുമായി കടയിൽ പോയി. 7,600 രൂപക്ക് 4 ഇനത്തിനുള്ള സാധനങ്ങൾ വാങ്ങി. ഏതെല്ലാം സാധനങ്ങൾ എത്ര വീതം വാങ്ങിയിട്ടുണ്ടാകും? ഇനം വില നൽകിയിട്ടുണ്ട്. സാരി 1,500, ഷർട്ട് 900, ഫ്രോക്ക് 850, നൈറ്റി 650, ബെഡ്ഷീറ്റ് 750. ഇങ്ങനെ വന്നാലും മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ആദ്യം തന്നിട്ടുള്ള തുകകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. ഇതാ ഞാനിവിടെ ഫ്രോക്ക് ഒഴിവാക്കിയിട്ട് മറ്റ് 4 സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട്. എത്ര കിട്ടും? ആൻസർ 3,800 കിട്ടും. ടോട്ടൽ സാധനങ്ങളുടെ വില 7,600 കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ 2 പ്രാവശ്യം കൂട്ടാം. 3,800 പ്ലസ് 3,800. ആൻസർ എത്രയാണ്? 7,600. നമ്മളിവിടെ സാധനങ്ങൾ 2 എണ്ണം വീതമാണ് വാങ്ങിയിട്ടുള്ളത്. സാരി 2, ഷർട്ട് 2, നൈറ്റി 2, ബെഡ്ഷീറ്റ് 2. 5. 16 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ചതുരത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ള അളവുകൾ ഏതെല്ലാം? സമചതുരത്തിൻ്റെ വശങ്ങളാകുന്ന അളവ് ഏത്? 5ഉം 3ഉം ആവാം. നീളം 5, വീതി 3, ചുറ്റളവ് 16 കിട്ടും. 6ഉം 2ഉം ആവാം. 6 + 6 2 + 2 16 കിട്ടും. 7ഉം 1ഉം ആവാം. നീളം 7, വീതി 1, 7 + 7 + 1 + 1 16. സമചതുരത്തിൻ്റെ വശങ്ങൾ ഒരു വശം 4 ആയിരിക്കും. ചുറ്റളവ് 16 ആണല്ലോ. 4 × 4 16. 6. EVS. ചിത്രം നിരീക്ഷിക്കുക. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു പരീക്ഷണക്കുറിപ്പ് എഴുതുക. പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് സ്വീകരിക്കണം കേട്ടോ. ലക്ഷ്യം, ആവശ്യമായ സാമഗ്രികൾ, പ്രവർത്തനക്രമം, നിരീക്ഷണ ഫലം, നിഗമനം ഇതെല്ലാം ഉണ്ടായിരിക്കണം. ചോദ്യം എന്താണോ അതിൽ തന്നെ ഉണ്ടാവും ലക്ഷ്യം കേട്ടോ. നമുക്ക് തന്നിട്ടുള്ളത് വായുവിന് ഭാരമുണ്ടെന്ന് കണ്ടെത്തുന്നതിന് ആയിട്ട് ആവശ്യമായ സാമഗ്രികൾ: നീളമുള്ള വണ്ണം കുറഞ്ഞ ഒരു വടി, ഒരു വലിയ ബലൂൺ, കടലാസ് കപ്പ്, നൂൽ, പയർമണികൾ. പ്രവർത്തനക്രമം: നീളമുള്ള വണ്ണം കുറഞ്ഞൊരു വടിയുടെ ഒരറ്റത്ത് വലിയ ബലൂണും മറ്റേ അറ്റത്ത് പേപ്പർ കപ്പും നൂലുപയോഗിച്ച് കെട്ടിത്തൂക്കുക. വടിയുടെ മധ്യഭാഗത്ത് ഒരു നൂൽക്കെട്ടി ത്രാസ് പോലെ കെട്ടിത്തൂക്കിയിടുക. കടലാസ് കപ്പിൽ പയർമണികൾ ഇട്ട് ഭാരം തുല്യമാക്കുക. അതിനുശേഷം ബലൂൺ വീർപ്പിക്കുക. നെക്സ്റ്റ് നിരീക്ഷണ ഫലം: ബലൂൺ കെട്ടിയിരിക്കുന്ന വശത്തേക്ക് ത്രാസ് താഴുന്നതായി കാണാം. കടലാസ് കപ്പിൽ വീണ്ടും പയർമണികൾ ഇട്ടാൽ ബലൂൺ ഉയർന്നു വന്ന് ഭാരം തുല്യമാകുന്നതായി കാണാം. നിഗമനം: ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ വായു ബലൂണിനകത്ത് കടക്കുന്നു. ആ വായുവിൻ്റെ ഭാരം കൊണ്ടാണ് ബലൂൺ കെട്ടിയിരിക്കുന്ന വടിയുടെ അറ്റം താഴ്ന്നു പോയത്. വായുവിൻ്റെ ഭാരത്തിന് തുല്യ ഭാരം പയർമണികൾ ഇട്ടപ്പോൾ ബലൂൺ ഉയർന്നു വന്ന് ഒരുപോലെ നിന്നു. വായുവിന് ഭാരമുണ്ടെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, മക്കൾക്ക് മനസ്സിലായല്ലോ അല്ലേ? മക്കൾ നന്നായിട്ട് എഴുതണം കേട്ടോ. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്.
പേപ്പർ 2-ൽ 5 മാർക്കിൻ്റെ വിശദമായിട്ടുള്ള ആൻസറൊക്കെ നൽകിയിട്ടുണ്ട്. മക്കളതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.